വർക്കലയിൽ ട്രെയിനിൽ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പാലോട് സ്വദേശിനി സോനു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോഴുള്ളത്. കുട്ടിയുടെ ശരീരത്തിൽ രണ്ടിടത്ത് രക്തസ്രാവമുണ്ട്. ഇന്നലെ രാത്രിയാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് സോനുവിനെ തള്ളിയിട്ടത്. മദ്യപിച്ചെത്തിയ പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് പെൺകുട്ടിയെ ആക്രമിച്ച് പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടത്. സോനുവിന്റെ സുഹൃത്ത് അർച്ചനയെയും പ്രതി ആക്രമിച്ചിരുന്നു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡാൻ, പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങളായിരുന്നു അവസാനമായി പുറത്തു വന്നത്. എന്താണ് നിലവിലെ സ്ഥിതി? പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണല്ലോ. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഈ 19 വയസ്സുകാരി. ആന്തരിക രക്തസ്രാവമാണ് ഇവരുടെ ആരോഗ്യനില ആശങ്കാജനകമാകുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചത്. തലയ്ക്കും അതോടൊപ്പം അടിവയറിന്റെ ഭാഗത്തുമാണ് ഇവർക്ക് പരിക്കേറ്റിരിക്കുന്നത്, സാരമായ പരിക്കേറ്റിരിക്കുന്നത്. ആദ്യം വർക്കലയിലെ മിഷൻ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പിന്നീട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ 19-കാരിയെ എത്തിക്കുകയായിരുന്നു. അവിടെ ആദ്യം തീവ്രപരിചരണ വിഭാഗത്തിലും പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും റെയിൽവേയിലെയും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്ത് ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാത്രി വൈകിയും എന്താണ് ആരോഗ്യസ്ഥിതി, എങ്ങനെയാണ് മറ്റ് കാര്യങ്ങളൊക്കെയെന്ന് അതിന്റെ നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുന്നതിനും അത് ഏകോപിപ്പിക്കുന്നതിനുമായി റെയിൽവേയുടെ ഉദ്യോഗസ്ഥരടക്കം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരങ്ങൾ. എന്തായാലും ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകളും. അതേസമയം നമ്മളിപ്പോൾ ഉള്ളത് റെയിൽവേ പോലീസിന്റെ തിരുവനന്തപുരത്തെ തമ്പാനൂരുള്ള സ്റ്റേഷന്റെ മുമ്പിലാണ്. അവിടെയാണ് RPF ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ സുരേഷ് കുമാറിനെ ഇന്നലെ മുതൽ വിശദമായി ചോദ്യം ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ഇയാൾ മദ്യലഹരിയിലായിരുന്നതിനാൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഇന്നലെയും ഉദ്യോഗസ്ഥരോട് ഈ ചോദ്യം ചെയ്യുന്നതിനിടെ പങ്കുവച്ചത്. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ എന്തിനാണിത് ചെയ്തതെന്നോ അതിലേക്ക് നയിച്ച പ്രകോപനം എന്തെന്നോ ഒന്നും വ്യക്തമാക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, താനല്ല ഇത് ചെയ്തത്, മറ്റൊരു ഇതര സംസ്ഥാനക്കാരനാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് സുരേഷ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഇയാൾക്കെതിരെ മറ്റേതെങ്കിലും ക്രിമിനൽ കേസുകളോ ഏതെങ്കിലും ഇത്തരത്തിലുള്ള നേരത്തെ ഇതുമായി സമാനമായ തരത്തിൽ ആരെങ്കിലും ആക്രമിക്കുന്ന തരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ സഹായത്തോടെ RPF പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഒരു ഉത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഇയാൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. മദ്യലഹരിയൊക്കെ മാറിയതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനം. അതിന് മുന്നോടിയായി രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ പ്രതി പറയുന്നു ഇത് താനല്ല ചെയ്തതെന്ന്. അപ്പോഴും ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന ആളുകളും പെൺകുട്ടിയുടെ സുഹൃത്തും അടക്കം വ്യക്തമാക്കുന്നത് ഇയാൾ തന്നെയാണ് ചെയ്തത് എന്നതാണ്. അതൊക്കെ കൂടി പരിഗണിച്ച് നോക്കുമ്പോൾ ഇയാളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള മറുപടി പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ഞാനത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നതിനാൽ ചോദ്യങ്ങളോട് വ്യക്തമായ ഉത്തരമല്ല നൽകുന്നത്, പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത്. പലതവണ എന്താണ് ഇതിലേക്ക് നയിച്ച പ്രകോപനമെന്ന് ചോദിച്ചറിയാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം ഇത് നിഷേധിക്കുന്ന ഒരു സമീപനമായിരുന്നു സുരേഷ് കുമാർ സ്വീകരിച്ചത്. ഇതൊരു ഇതര സംസ്ഥാനക്കാരനാണ് ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചത്, താൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഇത് കാണുകയായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴടക്കം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് സുരേഷ് കുമാർ നടത്തിയത്. എന്തായാലും ഞാൻ ഈ മദ്യലഹരിയിൽ നിന്ന് മുക്തനായതിനു ശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് RPF ഉള്ളത്. കോടതിയിൽ വൈകാതെ തന്നെ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കുറ്റം ഇതുവരെ സമ്മതിക്കാൻ ഇയാൾ തയ്യാറായിട്ടില്ല. ഇത്രയധികം ആളുകൾ കണ്ടുകൊണ്ടിരുന്ന തിരക്കുള്ള ട്രെയിനിൽ കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ച് ആളുകൾക്ക് മുമ്പിൽ വെച്ച് വളരെ അപ്രതീക്ഷിതമായി ഈ രണ്ട് പെൺകുട്ടികളെ ഒരു പ്രകോപനവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ ചവിട്ടി പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ച ഈ പ്രതിയുടെ നീക്കങ്ങൾ ആളുകൾ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നിട്ടും ഇരയായ ആൾ അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുമ്പോഴും മറ്റൊരാൾ വേദനയോടെ തനിക്ക് നേരിട്ട അനുഭവം ഭയചകിതയായി മാധ്യമങ്ങളോട് വിളിച്ചു പറയുമ്പോഴുമെല്ലാം ഇത് ചെയ്ത് താനല്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സുരേഷ് കുമാർ. അയാളെ ഇപ്പോൾ RPFന്റെ ഉദ്യോഗസ്ഥർ വിശദമായി രാത്രി വൈകിയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരിടമാണ് റെയിൽവേ. അവിടെ ഇത്തരം ഒരു അപകടമുണ്ടാകുമ്പോൾ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണം അതെന്താണ്?
അത്തരത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആകെ നൽകിയ മറുപടി ഈ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ഈ 19-കാരിയുടെ ആരോഗ്യനില സംബന്ധിച്ച ഒരു അപ്ഡേറ്റ്, അതോടൊപ്പം ഇതിലേക്ക് നയിച്ച സാഹചര്യം, എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് മാത്രമാണ് ഔദ്യോഗികമായി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലമുണ്ടായ അല്ലെങ്കിൽ അങ്ങനെ പരിശോധന നടത്തുന്നതിൽ വീഴ്ച കൊണ്ട് സംഭവിച്ച ഒരു അപകടമെന്നോ ആക്രമണമെന്നോ അങ്ങനെ ഒരു വിലയിരുത്തലൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണയായി എടുത്തു പറയേണ്ട കാര്യം, എല്ലാ ട്രെയിനുകളിലും ഏറ്റവും തിരക്കുള്ള ഒരു കമ്പാർട്ട്മെന്റാണ് ജനറൽ കമ്പാർട്ട്മെന്റ്. കാരണം എപ്പോഴും ആളുകൾ വന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കമ്പാർട്ട്മെന്റ് ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരിക്കും. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കൂടുതലായുള്ളത് AC കോച്ചുകളിലും അതോടൊപ്പം സ്ലീപ്പർ കോച്ചുകളിലുമൊക്കെയാകും. അവിടെയായിരിക്കും ഇടവേളകളിൽ ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിനായി എത്തുന്നത്. പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ പലതവണ വന്നു പോകുന്നത് അവരുടെ പതിവാണ്. പക്ഷേ ജനറൽ കമ്പാർട്ട്മെന്റിൽ എത്ര കണ്ട് പരിശോധന നടക്കുന്നു എന്ന ചോദ്യവുമുണ്ട്. അതുമല്ല, അതിന്റെ ഡോറുകൾ എപ്പോഴും ഏതാണ്ട് തുറന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. കാരണം അടുത്തടുത്ത് സ്റ്റോപ്പുകൾ ഉണ്ടാകുമ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റ് ഡോറുകൾ തുറന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അവിടെ ഡോറിന്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യുന്നവർ നമ്മൾ പതിവായി കാണുന്നതാണ്. അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പിടിച്ചു നിന്നുകൊണ്ട് ഈ ഡോറിന്റെ വിൻഡോയുടെ സൈഡിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്നവരെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ അപകടകരമായ നിലയിൽ യാത്ര ചെയ്യുന്നതിന്റെ പേരിൽ ഒരുപാട് മുന്നറിയിപ്പുകൾ ബോധവാന്മാരാക്കുന്നതിനുള്ള ശ്രമം, യാത്രക്കാരെ ബോധവാന്മാരാക്കുന്നതിനുള്ള ശ്രമമൊക്കെ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെയിരിക്കെ ട്രെയിനിനുള്ളിൽ നിന്ന് തന്നെ പ്രകോപിതനായി ഒരാൾ ഇങ്ങനെ ചവിട്ടി പുറത്തേക്കിടാൻ നോക്കിയാൽ എന്ത് ചെയ്യും എന്നതാണ് അവർ തന്നെ നൽകുന്ന ഒരു വിശദീകരണം. അതായത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അനൌദ്യോഗികമായിട്ടെങ്കിലും പുറത്തുവരുന്ന ഒരു കാര്യം അത്തരത്തിലുള്ളൊരു വിശദീകരണമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ഔദ്യോഗികമായ വിലയിരുത്തൽ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു കുറിപ്പോ ഒരു പ്രതികരണമോ ഇതുവരെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് ഇന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഞാൻ ഈ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിലേക്ക് വരുമ്പോൾ 2 ഇടത്ത് രക്തസ്രാവമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഒപ്പം ഈ പെൺകുട്ടിയുടെ സുഹൃത്തും യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പരുക്കുകൾ ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ അതിന്? ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു, തലയ്ക്കും അടിവയറിന്റെ ഭാഗത്തുമാണ് ഈ കുട്ടിക്ക് പരിക്കേറ്റിരിക്കുന്നത്. 19-കാരിക്ക് പരിക്കേറ്റിരിക്കുന്നത്. 2 ഇഞ്ചുറീസ് ആണ് രക്തസ്രാവത്തിലേക്ക് നയിച്ചത്. ആ രക്തസ്രാവം മാറ്റമില്ലാതെ തുടരുന്നതാണ് ഈ അബോധാവസ്ഥയിൽ തുടരുന്ന കുട്ടിയുടെ ആരോഗ്യനില തന്നെ ആശങ്കാജനകമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആദ്യം വർക്കലയിലെ തന്നെ ഒരു ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചതെങ്കിലും പിന്നീട് ഈ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയും അബോധാവസ്ഥയിലാകുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ നിന്ന് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് രക്തസ്രാവം കഠിനമായതോടെയാണ് അവിടെ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ആരോഗ്യനില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിലും ലഭിക്കുന്ന വിവരങ്ങൾ. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദാംശങ്ങൾ മെഡിക്കൽ ബോർഡിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നോ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിൽ നിന്ന് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ശ്രമം RPF ഇന്നലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഉണ്ടായ സംഭവത്തിന്റെ ഞെട്ടലിലായിരുന്നു അർച്ചന എന്ന ഈ സുഹൃത്ത്. അവരിൽ നിന്ന് വിശദമായി ഈ കാര്യങ്ങൾ മൊഴിയായി തന്നെ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ അതിന്റെ പ്രാഥമികമായ നടപടികളൊക്കെ RPF പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കും. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിട്ടില്ല. കാരണം അവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് ഈ അർച്ചന എന്ന ഈ 19-കാരിയുടെ സുഹൃത്ത് തന്നെ വ്യക്തമാക്കി. ഡാൻ തുടരുക. ഇപ്പോൾ സോനിയുടെ സുഹൃത്തായ അർച്ചനയുടെ പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഞങ്ങൾ നിൽക്കുമായിരുന്നു, അപ്പൊ ചവിട്ടി തള്ളിയിടുവായിരുന്നു കുട്ടീനെ. എത്ര വയസ്സുള്ള ആള്? 19. നിങ്ങൾ ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു? ഞങ്ങൾ ട്രെയിനിൽ ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങുമായിരുന്നു. അപ്പോഴാണ് ചവിട്ടി തള്ളി ഇട്ടത്. ലേഡീസ് കമ്പാർട്ട്മെന്റ്? ലേഡീസ് കമ്പാർട്ട്മെന്റ് അല്ലായിരുന്നു, ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിൽ ലേഡീസ്. ജനറൽ കമ്പാർട്ട്മെന്റ്? അത് ഞങ്ങള് ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരിയെ ചവിട്ടി നടുവിന് ചവിട്ടി തള്ളിയിടുവായിരുന്നു. എന്നിട്ട് എന്റെ കൈയും കാലിനെയും പിടിച്ച് എന്നെയും പാതി പുറത്തിട്ട്. മറ്റു പ്രകോപനം ഒന്നും ഉണ്ടായി? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല? പിടിച്ചു നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു? എന്നെ പിടിച്ച് കയറ്റി രക്ഷപ്പെട്ട. അല്ല, ജനറൽ കമ്പാർട്ട്മെന്റ്. ഞങ്ങൾ ആലുവന്ന്. നാട് ആലുവ? അല്ല, ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാ.
ഡാൻ തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, പെൺകുട്ടി പറയുന്നത് പുറത്തേക്ക് നോക്കി നിന്നപ്പോൾ ചവിട്ടി താഴെയിട്ടു എന്നാണ്. ഇത്രയും അധികം തിരക്കുള്ള ഒരു ട്രെയിൻ, പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെന്റ്, നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുകയാണെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കൂടുതൽ സുരക്ഷയൊക്കെ വേണ്ടത് മറ്റ് കമ്പാർട്ട്മെന്റുകളെ അപേക്ഷിച്ച്. കാരണം സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു കമ്പാർട്ട്മെന്റാണ് ജനറൽ കമ്പാർട്ട്മെന്റ്. ആ ഒരിടത്താണ് ഇത്തരം ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ജനറൽ കമ്പാർട്ട്മെന്റിൽ പതിവായി അത്തരത്തിൽ ഉള്ള സുരക്ഷാ പരിശോധനകളൊക്കെ നടത്തുന്നത് മറ്റ് കമ്പാർട്ട്മെന്റുകളെ അപേക്ഷിച്ച് കുറവാണ്. കാരണം എപ്പോഴും വലിയ തിരക്കുള്ള ഒരു കമ്പാർട്ട്മെന്റ് സ്വാഭാവികമായി ട്രെയിനിന്റെ മുൻവശത്തും പിൻവശത്തുമുള്ള ജനറൽ കമ്പാർട്ട്മെന്റുകളായിരിക്കും. എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുമ്പോഴും ആളുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് ഈ ജനറൽ കമ്പാർട്ട്മെന്റിലായിരിക്കും. ഒരുപാട് ആളുകൾ ഇങ്ങനെ തിക്കിത്തിരക്കി കമ്പാർട്ട്മെന്റുകളിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തുക, ഓരോ ആളുകളെ അടുത്ത് എത്തുക എന്നൊക്കെ പറയുന്നതിൽ പ്രായോഗികമായി ചില തടസ്സങ്ങളുണ്ട്. അത് ഒരു വശത്ത് വസ്തുതയായി നിലനിൽക്കെ തന്നെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരാൾ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യമാണ് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അടക്കം ഉന്നയിക്കപ്പെടുന്നത്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്.